നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് റോഡ് കീറിയത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. ആസൂത്രണമില്ലാതെ പൈപ്പിടുന്നതിനായി റോഡ് കീറിയതാണ് അധികൃതർ വരുത്തിവെച്ച വിന. നിലവിൽ പഞ്ചായത്തിലെ എല്ലാ റോഡും വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ജലജീവൻ മിഷന് വേണ്ടിയുള്ള കിണർ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടതാണ് ജനങ്ങൾക്ക് ദുരിതമായത്. പ്രവൃത്തി പൂർത്തിയാകാതെ ഇനി റോഡ് ഗതാഗത യോഗ്യമാക്കുവാനും സാധിക്കില്ല. ഇതോടെ ഇനി എത്ര കാലം ഈ ദുരിതയാത്ര തുടരണം എന്ന ആശങ്കയിലും അമർഷത്തിലുമാണ് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും പഞ്ചായത്തിലെ ജനങ്ങളും. സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. നാട്ടുകാർ പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ്. പഞ്ചായത്ത് ജലജീവൻ അധികൃതരുടെ ആസൂത്രണമില്ലായ്മ കാരണം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ദുരിതമനുഭവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. തിരുത്തിയിലേക്ക് പോകുന്ന കൊടിഞ്ഞി IUC റോഡ്, കുണ്ടൂർ റോഡ് തുടങ്ങിയവയാണ് പ്രധാനമായും തകർന്നിരിക്കുന്നത്. തിരുത്തി കൊടിഞ്ഞി IUC റോഡ് കൊടിഞ്ഞിപ്പള്ളിയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. നിരവധി പേരാണ് സത്യംപള്ളി എന്നറിയപ്പെടുന്ന കൊടിഞ്ഞിപ്പള്ളിയിൽ ദിനംപ്രതി വരുന്നത്. പ്രദേശത്തെ ഏക ഖബർസ്ഥാനും ഇവിടെയായതിനാൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഈ റോഡിലൂടെയാണ്. എന്നാൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം മയ്യത്ത് പോലും കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ജനങ്ങൾക്ക്. 98 കോടിയാണ് നന്നമ്പ്ര പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതാണ് ജലജീവൻ മിഷൻ പദ്ധതി. കടലുണ്ടിപ്പുഴയിൽ ബാക്കിക്കായത്ത് കിണർ നിർമ്മിച്ച് അവിടെ നിന്ന് ചുള്ളിക്കുന്നിലുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന ശുചീകരണ ടാങ്കിലേക്ക് എത്തിച്ച് അവിടെ നിന്നും വെള്ളം ശുചീകരിച്ച് പഞ്ചായത്തിലെ വീടുകളിലേക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതി കൂടിയാണിത്. കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് കുടിവെള്ള പദ്ധതി എന്നത്. പൊതുപദ്ധതികൾ ഇല്ലാത്തതിനാൽ നാട്ടുകാർ കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവിച്ചിരുന്നു. പണം നൽകി ലോറിയിൽ വെള്ളമെത്തിച്ചാണ് പ്രദേശവാസികൾ കുടിവെള്ളം കണ്ടെത്തിയിരുന്നത്. പദ്ധതി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആസൂത്രണമില്ലാത്തതിനാലാണ് ജനങ്ങൾ ദുരിതത്തിലായത്. കിണർ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൈപ്പിടുന്നതിനായി പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും കീറി പൈപ്പിട്ടു. വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാണ് പൈപ്പിട്ടത്. എന്നാൽ റോഡ് കീറിയതോടെ മഴ കൂടി വന്നതോടെ റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർക്കും ദുരിതം തന്നെ. കിണർ നിർമ്മാണം ആരംഭിച്ച ശേഷമാണ് പൈപ്പിടൽ പ്രവർത്തനം നടക്കേണ്ടത്. എന്നാൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ കാലു നീട്ടി എന്ന് പറയുന്നത് പോലെ കിണർ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം പോലും ആകുന്നതിന് മുമ്പ് തന്നെ പൈപ്പിടൽ പ്രവൃത്തി ആരംഭിച്ചു. ഇപ്പോൾ 1 വർഷത്തോളമായി റോഡ് തകർന്നു കിടക്കുകയാണ്. പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തിയാകാതെ റോഡ് നന്നാക്കാൻ സാധിക്കുകയുമില്ല. കിണറിനുള്ള സ്ഥലം കണ്ടെത്തി കിണർ കുഴിച്ച് വെള്ളം പമ്പ് ചെയ്ത് പൈപ്പിലൂടെ ട്രയൽ ചെയ്ത ശേഷം ലീക്കുണ്ടോ എന്നിവ എല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ഇനി റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കൂ. കിണർ പ്രവൃത്തി പൂർത്തിയായ ശേഷമാണ് റോഡ് കീറിയിരുന്നത് എങ്കിൽ ജനങ്ങൾക്ക് ഇത്ര ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ ഇനി പ്രവൃത്തി പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കും. അതുവരെ വാഹനയാത്രികരും കാൽനട യാത്രക്കാരും പ്രദേശവാസികളും ഈ ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയാണ്. പഞ്ചായത്തിലെ എല്ലാ റോഡിലും ഇതുതന്നെയാണ് അവസ്ഥ. വലിയ ഗർത്തങ്ങളാണ് എല്ലായിടത്തും. അതേസമയം ഇനി കിണർ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ മഴ മാറി പുഴയിലെ ജലനിരപ്പ് താഴേണ്ടതുണ്ട്. നിലവിൽ വെള്ളം കൂടിയതിനാൽ കിണർ നിർമ്മാണം നടക്കില്ല. അതിനാൽ തന്നെ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണം കിണർ നിർമ്മാണത്തിന്. അതിനുശേഷം മാത്രമേ പൈപ്പ് ലൈൻ പ്രവൃത്തിയും നടക്കുകയുള്ളൂ. നിലവിൽ എല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. കരാറുകാരൻ പറയുന്നത് അവർക്കുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പ്രവൃത്തി നടക്കാത്തത് എന്നാണ്. അധികൃതരുടെ തട്ടിക്കളിയിൽ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലാത്തപക്ഷം പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. മഴ കുറച്ച് അല്പം ശരിക്കും നമുക്ക് മഴ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കിട്ടിയ മഴ ഇത്ര മഴ വന്നപ്പോൾ തന്നെ ഇവിടെ ഒന്നായിട്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അധികൃതർ പറയുന്നത് 3 വർഷം കൊണ്ടേ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഇത് സംബന്ധമായിട്ട് ആദ്യമായിട്ട് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരോട് ഞങ്ങൾ ഇത് ചോദിച്ചപ്പോൾ അത് ഇല്ല, 1 വർഷം കൊണ്ട് അടുത്ത വർഷം വരുന്നതിന് മുമ്പായിട്ടാണ് ഇത് ശരിയാവുന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞത് ഇപ്പോൾ അവർ മാറ്റി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് ഇത് ശരിയാവുള്ളൂ എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി ആരോട് പറഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇത് ആസൂത്രണപരമായിട്ടുള്ളൊരു പിഴവാണ്. ഈ പിഴവ് കൊണ്ട് തന്നെ ദുരിതം അനുഭവിക്കുന്നത് ഒന്നും 2 വ്യക്തികളല്ല, വോട്ട് ചെയ്ത അധികാരികളുമല്ല. ഇവിടെ ഈ നാട്ടിലുണ്ടാകുന്ന
ആ ജനങ്ങൾ ഈ റോഡ് ഉപയോഗപ്പെടുത്തുന്ന ഈ റോഡുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഓരോരോ ആളുകളും ഈ ദുരിതം സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് അടിയന്തിരമായിട്ടൊരു പരിഹാരം കാണാഞ്ഞാൽ അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. കാരണം നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തുള്ള റോഡ് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു സവിശേഷമായി അതിൽ എടുത്തു പറയേണ്ട ഒരു റോഡിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് പള്ളിക്കത്തായത്തിൽ നിന്ന് IEC എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ഏറ്റവും കൂടുതൽ ഈ മറ്റ് മെയിൻ റോഡുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുക, അതിനേക്കാളും കൂടുതൽ അതിനേക്കാളും കൂടുതൽ ഉപയോഗപ്പെടുത്തുക. കാരണം ഈ റോഡിൻ്റെ ഈ വഴിയിലാണ് നമ്മുടെ കൊടിഞ്ഞിപ്പള്ളി ഉള്ളത്. ആ കൊടിഞ്ഞിപ്പള്ളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു മയ്യത്ത് എന്ന ആൾക്ക് മയ്യത്ത് ആ ജനാസ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലുള്ള വെള്ളിയാഴ്ച ജുമാക്ക് പോകാനും വേണ്ടിയിട്ട് എത്ര കാലങ്ങളായിട്ട് ആൾക്കാർ ജുമാക്ക് പോകുന്ന ബുദ്ധിമുട്ട്, പിന്നെ അതിലൂടെ തന്നെ വല്ല കല്യാണങ്ങളുണ്ടാകുമ്പോൾ അതിലൊക്കെ ഉപരിയാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. വളരെ പ്രയാസമാണ് വിദ്യാർത്ഥികൾക്ക്. ഇവിടെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ വന്നുകാണ്ട് പല പ്രാവശ്യം റോഡുകൾ മണിക്കൂറുകളോടെ ഇവിടെ ബ്ലോക്കായി നിൽക്കലുണ്ട്. ഒരു മരണം വന്നാലോ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നാലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്തോ അതിലൊരു തന്നെ കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ ഫുള്ളായിട്ട് ഈ റോഡ് ബ്ലോക്കാണ്. ഇവിടെ മണിക്കൂറുകളോളം കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥയുണ്ട്. ഇനി എത്ര കാലം ഈ ദുരിതയാത്ര തുടരണമെന്ന ആശങ്കയിലും അമർഷത്തിലുമാണ് വാഹനയാത്രികരും കാൽനട യാത്രക്കാരും പഞ്ചായത്തിലെ ജനങ്ങളും. സ്കൂൾ മദ്രസ വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.